ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാലഞ്ച് അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാറ്റർഡേ ഞാൻ ഒരു മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പായിരുന്നു, ക്രിയേറ്റീവ് കളക്റ്റീവ്. അപ്പം യൂഷ്വലി എല്ലാ ഇയേഴ്സിലും നടക്കുന്നതാണ്, പക്ഷേ ഞാൻ ഈ ഒരു ഇയറാണ് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയത് കേട്ടോ. അപ്പോൾ ഇവൻറ്റിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ ആരെയൊക്കെ മീറ്റ് ചെയ്തു അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം മീറ്റപ്പിന് 10 to 2 PM സ്ലോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. നല്ല ഒരു ഫീൽ ഗുഡ് ആംബിയൻസ് ആണ് ഇവിടെ. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു പ്ലേസ് വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള താജ് മലബാർ റിസോർട്ട് ആൻഡ് സ്പാ ആണ്. അപ്പം ജസ്റ്റ് കായലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കളിക്കുകയാണ് ചെയ്തത് കേട്ടോ. അധികം യൂട്യൂബേഴ്സൊന്നും ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിന്, പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ഒരു ഇവൻറ്റിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇൻവിറ്റേഷനൊക്കെ വന്നപ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ത്രില്ഡൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ലാസ്റ്റ് ആ ഒരു ടൈമിലോട്ട് അടുക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷനോ ടെൻഷനോ എന്തൊക്കെയോ ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യും, ഏകദേശം ഒരു 5 years ആയിട്ട് യൂട്യൂബിലുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരുപാട് കണക്ഷൻസ് ഒന്നും എനിക്കില്ല. ഇപ്പോൾ അടുത്താണ് ഞാനിപ്പം CCOK എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ കൂടെ ഞാൻ ആഡ് ആയത്. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് കുറച്ച് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ നമ്മുടെ ഈ ഒരു മീറ്റപ്പിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞതും കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു മീറ്റപ്പിന് പോയത്. അല്ലെങ്കിൽ എനിക്ക് ആരെയും തന്നെ അറിയില്ല. നമ്മൾ വീഡിയോസിലൊക്കെ എല്ലാവരെയും കാണുമെന്നല്ലാതെ നമുക്ക് അങ്ങനെ ഒരു കണക്ഷനൊന്നും ഇല്ല. നമുക്കൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ അങ്ങനെയൊന്നും ഒരുപാട് പേരൊന്നുമില്ല. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കൂടെ. പക്ഷേ എന്നാലും നമ്മുടെ ഈവൻറ്റ് നടക്കുന്ന അതിനുള്ളിലേക്ക് അവർ യൂട്യൂബറിനെ മാത്രമേ കയറ്റി വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടനും ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ കുറേ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ കണ്ടപ്പം ആ ടെൻഷനൊക്കെ പയ്യെ മാറി. പിന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു കോഡൊക്കെ ഉണ്ട്. ആ കോഡൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ടാഗ് നമുക്ക് കയ്യിൽ കെട്ടിത്തരും. അതിനുശേഷം മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് ഇവൻ്റ് നടക്കുന്ന ആ ഒരു റൂമിലോട്ട് നമ്മളെ കയറ്റി വിടുള്ളൂ. അപ്പോഴേക്കും നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, വ്ളോഗ് ഫോർ യു ചാനൽ, സനീഷ് ഏട്ടൻ, എനിക്ക് ചേച്ചി. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസ് നമ്മളെപ്പോഴും കാണുന്നതായിരിക്കും. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കാമെന്നൊക്കെ ഒരു വലിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും ഭയങ്കര അധികം മിങ്കിളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവൻ്റ് നടക്കുന്ന ആ ഒരു റൂമിലോട്ടേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒരു വെൽക്കം ഫുഡ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു 11 o'clock ഒക്കെ ആയപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം ശരിക്കുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ഫേസസും അല്ലാത്ത ഫേസസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ വീഡിയോസ് നമ്മൾ എപ്പോഴും കാണുന്നതാണ്, പക്ഷേ അവരുടെ പേര് പോലും നമുക്കറിയില്ല. ഇപ്പം എന്നെയാണെങ്കിൽ തന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും കാണുന്നതാണ് പക്ഷേ നെയിം അറിയില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറ്റി എല്ലാവരും സംസാരിച്ചു, പരിചയപ്പെട്ടു, ഫ്രണ്ട്ലി ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു നമുക്ക് തന്ന ആ ഒരു ഇവൻറ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനുണ്ടായത്. നമുക്ക് വെൽക്കം ഫുഡായിട്ട് യൂട്യൂബ് ഒരുപാട് വെറൈറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസും രാവിലെ തന്നെ ആ ഒരു 10 o'clock ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഇവൻറ്റ് നടക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് കയറിയത്. അപ്പോഴേക്കും എല്ലാവരും ഒക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം ഓരോ സ്ലോട്ടായിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. നമുക്ക് കിട്ടിയ സ്ലോട്ട് 10 to 2 PM ആണ്. അത് കഴിഞ്ഞ് 4 PM ആകുമ്പോൾ മറ്റൊരു സ്ലോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ കൊച്ചിയിൽ ഇപ്പം ഇവൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെറ്റ് ഓഫ് യൂട്യൂബേഴ്സ് ഇങ്ങനെ ആ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഇവൻറ്റ് നടക്കുന്ന സ്പോട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ സ്ലൈമും അതുപോലെ തന്നെ കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് തോന്നി എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത്. പിന്നെ നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ക്രോസ് വേർഡൊക്കെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇതിനകത്ത് ഉണ്ടാകും, അത് കണ്ടുപിടിക്കണം. എൻ്റെ പേര് എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന, അതായത് നമ്മുടെ CCOK ടീമിലുണ്ടായിരുന്ന ജെറിൽ ബ്രോ ആണ് എനിക്ക് എൻ്റെ പേര് കണ്ടുപിടിച്ച് തന്നത്. ഞാൻ ശരിക്കും അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ സെർച്ച് ചെയ്യായിരുന്നു നമ്മുടെ പേര്, ഹാപ്പി വൈസ് ബൈ തുളസി. പക്ഷേ അവസാനം ചേട്ടനാണ് പേര് കണ്ടുപിടിച്ച് തന്നത്. അങ്ങനെ 11 ആയപ്പോൾ നമ്മുടെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരാൾ നമ്മുടെ യൂട്യൂബിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ്. ബൗണ്ടറീസ് ക്രോസ് ചെയ്ത്, ക്രിയേറ്റിവിറ്റിയുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പല സ്ഥലത്തു നിന്നും പല ടൈപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി പല വീഡിയോസ് വരുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് എന്താണെന്ന്. ആൻഡ് യു നോ വാട്ട്, എൻ്റെ ഒരു വിഷ്വലൈസേഷന്റെ പാർട്ടും കൂടിയാണ് that I wanted to meet all of you because I'm feeling so grateful to be here on behalf of YouTube to welcome you all to YouTube Creator Collective 2024 for the first second time. Last year we did, ladies and gentlemen, selfie with over
million subscribers. Can we have a huge round of applause for them once again? അവർ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ ശരണ്യ നന്ദകുമാറും കൂടെ ഇവൻ്റ് ഹോസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കൂടിയാണ് നമ്മുടെ ഇവൻ്റ് കുറച്ചും കൂടെ കളർഫുൾ ആക്കിയത്. പിന്നെ നമ്മൾ വയനാടിന് വേണ്ടി കുറച്ച് നേരം പ്രേ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇവൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസും, അതായത് നമ്മുടെ യൂട്യൂബ് ആയിട്ട് നമ്മുടെ ചാനലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത ആക്ടിവിറ്റീസാണ്. അതിനുശേഷം എല്ലാ ക്രിയേറ്റേഴ്സിനും വേണ്ടി ഒരു ഇൻഫോർമേറ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ യൂട്യൂബിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓവറോൾ ഇന്ത്യയിൽ നമ്മുടെ കേരള ക്രിയേറ്റേഴ്സിനുള്ള ആ ഒരു സ്ഥാനം എന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ കാണിച്ചു തന്നു. പിന്നെ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസും ഒക്കെ കാണിച്ചു തന്നു. അതിനിടയിൽ നമ്മുടെ KL ബ്രോ ബിജു ചേട്ടൻ നമ്മുടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ലോക്ക്ഡൗൺ സമയത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 50 മില്യൺ യൂട്യൂബറാണ് ബിജു ചേട്ടൻ. അപ്പോൾ ബിജു ചേട്ടൻ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് നാൾ ചുമ്മാ വീഡിയോ ഇട്ട് അതിനൊരു റെസ്പോൺസ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് സമയം പോലും പുള്ളിക്കാരൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ബിജു ചേട്ടൻ്റെ ആ ഒരു സ്റ്റോറി. അതുമാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഫേസസും അല്ലെങ്കിൽ ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സും നമുക്കുള്ളൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഞാൻ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. പലപ്പോഴും ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇത്രയും വർഷമായിട്ട് വീഡിയോസ് ചെയ്തിട്ടും 1000+ വീഡിയോസ് ചെയ്തിട്ട് പോലും എനിക്ക് 2 ലാഖിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ലല്ലോ, അല്ലെ 2 ലാഖ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 16 വർഷമായിട്ട് ഈവൻ 50K ഫോളോവേഴ്സിൽ കൂടാതെ ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയല്ലേ ശരിക്കും നമ്മുടെ ഇൻസ്പിറേഷൻ. ഇതിപ്പോൾ ഞാൻ പറയാനുള്ളൊരു റീസൺ, ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ബഡ്ഡിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ തന്നെ നിങ്ങൾ ഇട്ടിട്ട് പോവാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം യൂട്യൂബേഴ്സിന് ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഫീൽഡിൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസും ഒക്കെ കൂടി ഇവൻറ്റ് നല്ല രീതിയിൽ കളർഫുള്ളായിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു ഇവൻ്റാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അത് ഒത്തിരി വേർത്തായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു ഇവൻറ്റിൽ നിന്ന് പുറത്തോട്ടേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബിഗ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടാനുള്ള ഒരേ ഒരു റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതാണ്, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് എൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ പറയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ ചലഞ്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.